സംസ്ഥാനത്തെ കോൺഗ്രസിന് തലവേദനയായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. സുധാകരന്റെ ആസ്ഥാനത്തുള്ള ചില പ്രസ്താവനകളാണ് പാർട്ടിയെയും അണികളെയും വെട്ടിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിൽ ഗവർണറെ അനുകൂലിച്ച് നടത്തിയ പ്രതികരണമാണ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. സുധാകരനെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്ത് വന്നു കഴിഞ്ഞു. സുധാകരന്റെ നിരന്തരമുള്ള വിവാദ പ്രസ്താവനകൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നുവെന്നാണ് നേതാക്കളുടെ പരാതി. എതിരാളികൾക്ക് സ്ഥിരമായി ആയുധം നൽകുകയാണ് സുധാകരൻ ചെയ്യുന്നത്. പ്രസ്താവന സുധാകരൻ തിരുത്തിയെങ്കിലും സംഘപരിവാർ അനുകൂല പരാമർശം ക്ഷീണമായെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. സുധാകരന് ചികിത്സാർത്ഥം അവധി നൽകി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ താൽക്കാലിക നേതൃത്വം വരണമെന്ന ആവശ്യം ശക്തമാണ്. യോഗ്യതയുള്ള സംഘപരിവാർ അനുകൂലികളെ സെനറ്റിൽ നാമനിർദ്ദേശം ചെയ്യുന്നതിനെ എതിർക്കുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത്. സംഘപരിവാർ അനുകൂലികളും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അവരെ സംഘപരിവാർ അനുകൂലികൾ മാത്രമായതുകൊണ്ട് എതിർക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അക്കാദമീഷ്യന്റെ യോഗ്യത മാനിച്ച് ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനെ വിമർശിക്കണം? സംഘപരിവാർ അനുകൂലികൾ ഉൾപ്പെട്ടതിനെ എതിർക്കുന്നില്ല. അവരിൽ കൊള്ളാവുന്നവരുണ്ട്. അവരെ എടുക്കുന്നതിന് എന്താണ് തടസ്സം? അവരെ എടുത്തോട്ടെ. സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ചു പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. സംഘപരിവാറിൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് എതിർക്കുക? കോൺഗ്രസിൽ എല്ലാവരെയും വയ്ക്കാൻ പറ്റില്ല. ലിസ്റ്റിൽ കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ ഉൾപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കും. അതിനായി കെപിസിസി പുതുതായി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും അടുത്ത നടപടികൾ സ്വീകരിക്കുക എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. കെ സുധാകരന്റെ പരാമർശത്തിനെതിരെ സിപിഎമ്മിൽ നിന്ന് കടുത്ത എതിർപ്പാണ് ഉയർന്നു വന്നത്. മന്ത്രിമാരായ കെ ബിന്ദുവും എം.പി. രാജേഷും സുധാകരനെതിരെ രംഗത്ത് വന്നിരുന്നു. പിന്നീട് പരാമർശം ഫേസ്ബുക്കിൽ സുധാകരൻ തിരുത്തിയെങ്കിലും കോൺഗ്രസ് അണികൾക്ക് പോലും തൃപ്തിയായിട്ടില്ല.